വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോപ്സിക്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്രാഫ്റ്റാണ്. ഇത് ഡ്രോയിങ്സ് അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് പോപ്സിക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്ലെയിൻ കളർ, അതായത് നമ്മൾ കളറൊന്നും ഇല്ലാത്ത പോപ്സിക്കിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 16 പോപ്സിക്കിൾ ഉണ്ടാവും. ഇത് നമ്മളുടെ എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് അതിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പോപ്സിക്കിൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. വേറെ പോപ്സിക്കിൾ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ഗമ്മ് തേച്ചിട്ട് അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോൾ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ ഇതിങ്ങനെ അല്ലാതെ വേറെ മെത്തേഡിലും ചെയ്യാം കേട്ടോ. കുറച്ചിങ്ങനെ കട്ടിയുള്ള പേപ്പറിൽ ഇതെല്ലാം അടുക്കി വെച്ചിട്ട് അതിൽ ഗം വെച്ചിട്ടും ഫിക്സ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാവും. അതാവുമ്പോൾ നമുക്കിത് ചുമരിലൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു എടുപ്പ് കിട്ടും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അങ്ങ് ഒന്ന് താഴെ ഒന്ന് മുകളിലായിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിള്ളേർക്കും അതേപോലെ എല്ലാവർക്കും, അതായത് പെയിൻറ്റിങ് അങ്ങനെ അറിയണമെന്നൊന്നുമില്ല, ഒരു എന്താണെന്നുള്ളൊരു ABCD അറിഞ്ഞാൽ മതി. പിന്നെ ഡ്രോയിങ്സ് അറിയാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റ് ആട്ടോ ഇത്. ഇപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയതാണ്. അവർക്ക് കളർ മിക്സിങ്ങും കളേഴ്സിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ആക്രിലിക് പെയിൻറ്റിന് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് നോർമൽ യെല്ലോ കേട്ടോ, അല്ലാതെ പേൾ ഒന്നല്ല. അപ്പം നമുക്കിത് ഏറ്റവും മുകൾ പോർഷനിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലേശം വെള്ളം യൂസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാട്ടോ. നമുക്ക് പെയിൻറ്റ് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ യെല്ലോ കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്നത് ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡാട്ടോ. അപ്പോൾ ആദ്യം അത് വളരെ സിമ്പിളാണ്. ആദ്യം യെല്ലോ കൊടുക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഏതെങ്കിലും കളർ കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ സെക്കൻഡ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ നമ്മൾ കംപ്ലീറ്റ് പ്യുവർ ഓറഞ്ച് കളർ മാത്രമാട്ടോ കൊടുക്കുന്നത്. ഞാൻ ഈ 3 കളർ ചൂസ് ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കൊടുത്തെടുക്കാം ബാക്കിയുള്ള പോർഷൻസ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും, 3 ലെയറായിട്ട് കളേഴ്സ് നിൽക്കുന്നത്. ഇനി ഏറ്റവും മുകളിലെ പോർഷനിൽ ഒരു പേൾ യെല്ലോ ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. അത് ഓപ്ഷണലാണ്, ഞാൻ ചുമ്മാ കൊടുത്തതാണ്.
ഇനി ഒരു ഗ്രീൻ കളറ് പെയിൻ്റ് എടുത്തിട്ട് ഏറ്റവും അടിയിൽ അങ്ങനെ പുല്ല് പോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഔട്ട്ലൈന് വരച്ചിട്ട് ഇങ്ങനത്തെ പോയിൻ്റ് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഒറ്റ കോട്ടയിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ കേട്ടോ, അത് മതി. പിന്നെ ഞാനിപ്പോൾ ഒരു ഡിയറിനെ ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ വരച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം, ഒന്നെങ്കിൽ നൈഫോ സിസേഴ്സോ വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഔട്ട്ലൈനോ അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത ആനിമലിൻ്റെ പിക്കോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ആനിമലിനെ ഇവിടെ വരച്ചു എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് പിക്ചേഴ്സ് വേണമെങ്കിലും എടുക്കാം. ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഔട്ട്ലൈൻ ഇല്ലേ, അത് വേണമെങ്കിൽ എടുത്ത് ഇതിന് യൂസ് ചെയ്യാം. ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ എടുത്തിട്ടും ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട്. വളരെ എളുപ്പമാണ് ഇത്. ഡ്രോയിങ് അറിയാത്തവർക്കൊക്കെ സിമ്പിളാണ്. കണ്ടോ, ഇപ്പം നമുക്ക് കറക്റ്റ് ആ പിക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് ഇത് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. ഞാൻ ഫുൾ ബ്ലാക്കാണ് അടിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അങ്ങനെ ഫുൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ഈസി അല്ലേ. ഇതിപ്പോൾ ഞാൻ വരച്ചൊരു പിക്കായിരുന്നു ഒരു പേപ്പറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ മാഗസീൻസിലും ബുക്സിലൊക്കെ ഉണ്ടാവില്ലേ പല ആനിമൽസിൻ്റെയും പിക്ക്, അത് അങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണിത് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 2 കൊമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഇനി ആ താഴത്തുള്ള ഗ്രീൻ കളർ ഫുള്ള് ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂണിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ പെയിൻറ്റിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ ഞാനൊരു ഫുൾ മൂണിനെയാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഫുൾ റൗണ്ട് പെൻസിലും കൊണ്ട് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ഇങ്ങനെ ഓറഞ്ചും പ്യുവർ വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ ഒന്നാണ് ഇത്. കണ്ടോ, വളരെ ഈസിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.